നമസ്കാരം. അമേരിക്ക എല്ലാ അന്താരാഷ്ട്ര മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് വെനിസുലയോട് പെരുമാറിയത്. വെനിസുലയുടെ ഭരണകൂടത്തെ മരവിപ്പിച്ച് ആ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരുന്ന നിക്കോളാസ് മഡുറോയെ കുടുംബസമേതം ബന്ദിയാക്കി കൊണ്ടുവന്ന് അമേരിക്കയിൽ തടവിലിട്ടിരിക്കുകയാണ്. എന്നിട്ട് അമേരിക്കൻ കോടതിയുടെ മുമ്പിൽ ചെന്ന് അദ്ദേഹം വളരെ ധീരമായി പൊരുതിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. വെനിസുലയെ ഞങ്ങൾ ഭരിക്കും, വെനിസുലയെ ഞങ്ങൾ ശരിപ്പെടുത്തും, വെനിസുലയെ ഞങ്ങൾ നേരെയാക്കും എന്ന് വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ ട്രംപിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യക്കെതിരായിട്ടും വന്നിട്ടുള്ളത്. അതിന് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചൊരു കാരണം, വെനിസുല ഇഷ്യൂവിൽ അമേരിക്കയെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ഉള്ള ഒരു നിലപാട് ഇന്ത്യ എടുത്തില്ല. നരേന്ദ്രമോദിയോടും ഒക്കെയുള്ള സൗഹൃദം നിലനിർത്തുമ്പോൾ തന്നെ അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നു, അത് ഉണ്ടായില്ല. ഇപ്പോൾ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ത്യയെ ഞങ്ങൾ ഇനിയും അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, ഇനിയും ഞങ്ങൾ താരിഫ് വർദ്ധിപ്പിക്കും. കാരണം മോദിക്ക് എന്നെ അറിയാം, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, നല്ല മനുഷ്യനാണ് മോദി. പക്ഷേ മോദിയുടെ പല കാര്യങ്ങളിൽ ഞാൻ സംതൃപ്തനല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് ഒരു തുള്ളി എണ്ണയും വാങ്ങരുത് എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞതാണ്. എന്നിട്ടും അവരത് നിർത്തിയിട്ടില്ല. അതിൻ്റെ അസംതൃപ്തി എൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോഴാണ് പുതിയ വെനിസുല ഇഷ്യൂവിലും അവർ ഞങ്ങൾക്ക് അനുകൂലമായ, എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു നിലപാട് ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല. അതിന് നല്ല പ്രത്യാഘാതം ഇനിയും അവർ അനുഭവിക്കേണ്ടി വരും. അത് മോദിക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങൾ താരിഫ് തന്നെയാണ് ഇനിയും ഇന്ത്യക്കെതിരായി പ്രയോഗിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ അന്താരാഷ്ട്ര പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഡോക്ടർ ശിവപ്രസാദ് സാറുണ്ട്, സിനുജി ഉണ്ട്. തീർച്ചയായിട്ടും സിനുജി തുടങ്ങി വെച്ചോളൂ. ശരിക്കും പറഞ്ഞാൽ ഈ വെനസ്വേലയെ ആക്രമിച്ചിട്ട് നിക്കോളാസ് മഡുറോ എന്ന് പറയുന്ന പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ മറ്റൊരു കൊള്ളത്തരം പച്ചയായിട്ട് ലോകം കണ്ടറിഞ്ഞു എന്ന് വേണം ഇതിനെ മനസ്സിലാക്കാൻ. എങ്ങനെയാണ് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു രാജ്യത്തേക്ക് അമേരിക്ക കടന്നു കയറുന്നത്? അവരുടെ താല്പര്യം എന്താ? തികച്ചും എണ്ണ നിക്ഷേപമുള്ള ഒരു രാജ്യത്തെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. എന്തായിരുന്നു ഇറാഖിനെ കീഴടക്കാനായിട്ട് അമേരിക്ക ഉപയോഗിച്ചിരുന്നത്? അന്ന് പറഞ്ഞു അവരുടെ കയ്യിൽ രാസായുധമുണ്ട് എന്ന് പറഞ്ഞിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കുള്ള താല്പര്യങ്ങളെ അംഗീകരിക്കാത്ത ഒരു രാജ്യമായിരുന്നു ഇറാഖ്. മതേതര നിലപാടുള്ള രാജ്യമുണ്ട്. എന്നിട്ട് പോലും സദ്ദാം ഹുസൈനെ പിടിച്ചു കെട്ടിയിട്ട് സദ്ദാം ഹുസൈൻ വലിയ തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ നിക്കോളാസ് മഡുറോ എന്താ പറയുന്നത്? ഇയാൾ മയക്കുമരുന്ന് കടത്തുന്നു, ഇയാളുടെ രാജ്യത്തു നിന്ന് വൻതോതിൽ മയക്കുമരുന്ന് ഈ പറയുന്ന മെക്സിക്കോ വഴി ഞങ്ങളുടെ രാജ്യത്തേക്ക് എത്തുന്നു, അതുകൊണ്ട് ഇയാളാണ് ഇതിൻ്റെ തലവൻ എന്ന് പറഞ്ഞിട്ട് ഇയാളെ ഞങ്ങൾ വിചാരണ ചെയ്യാൻ പോകുന്നു. ഇതാണ് തന്ത്രം. ഈ തന്ത്രമൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇപ്പോൾ ലോകത്തിലെ ഒരു എമർജിംഗ് പവറായിട്ട് ഉയർന്നു വരുന്ന ഇന്ത്യ ട്രംപിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം ട്രംപ് വിചാരിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ പ്രതികരിക്കാത്ത ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. എല്ലായ്പ്പോഴും ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു നിലപാടുണ്ട്. ഇന്ത്യ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിനും കയറി ഇടപെടുന്നില്ല. എന്നാൽ സഹായം ചോദിച്ച ഒരു രാജ്യം വന്നാൽ നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിക്കും. ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഏർപ്പെട്ടാൽ ഒരു മധ്യസ്ഥൻ്റെ റോളിലെത്തിയിട്ട് യുദ്ധം ഇല്ലാതാക്കാൻ നമ്മൾ ശ്രമിക്കും. എപ്പോഴും നമ്മളതാ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ എന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ, നമ്മളെ കയറി ഒരു രാജ്യം ചൊറിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചടി കൊടുത്തത് മാത്രമാണ്. ഇവിടെ എന്താ, നിക്കോളാസ് മഡുറോ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തലവനെ കണ്ണു മൂടിക്കെട്ടി ഉറക്കത്തിൽ അയാളുടെ ഭാര്യയും കൂടെ ഒരു രാജ്യം തട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് അവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നത്? അപ്പോൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ വീണ്ടും ഉപരോധമായിട്ട് വരും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ താരിഫ് ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ്. ഇതേ ഉപരോധം നേരത്തെ ഏർപ്പെടുത്തി. പക്ഷേ ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചു. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ടും വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി. അമേരിക്കയ്ക്ക് അതൊരു വലിയ തിരിച്ചടിയായി. കാരണം നമ്മൾ കാല് പിടിക്കുമെന്ന കരുതിയ ഒറ്റയടിക്ക് അമേരിക്കയെ നമ്മൾ തള്ളിപ്പറഞ്ഞില്ല. പക്ഷേ നമ്മൾ ബദൽ മാർഗങ്ങൾ സ്വീകരിച്ചത് അമേരിക്കയ്ക്ക് വലിയ ഷോക്കായി. ഇവിടെ അമേരിക്ക ഞങ്ങളുടെ നാണക്കേട് മാറ്റാനായിട്ട് വീണ്ടും ഇന്ത്യക്കെതിരെ തിരിയുന്നു. ഇത് ചൈനയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ ചൈന എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവർ റെയർ എർത്ത്സിൻ്റെ കയറ്റുമതി നിർത്തിവെച്ചു. അതോടുകൂടി പിന്നെ അവർക്ക് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളില്ല, കാർ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, അവരുടെ ആയുധ നിർമ്മാണം തകരുന്നു. അപ്പോൾ ഇന്ത്യക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ത്യ തന്ത്രപരമായിട്ട് നീക്കങ്ങൾ നടത്തുകയും നയതന്ത്രപരമായിട്ട് മറ്റു രാജ്യങ്ങളെ കൂടെ നിർത്തുകയും ചെയ്തു. ഒപ്പം ബ്രിക്സിൽ ഒരു വലിയ ശക്തിയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യക്ക് വമ്പൻ ഒരു പദ്ധതിയുണ്ട്. കാരണം ഈ 2026 മുതൽ ബ്രിക്സിന്റെ അധ്യക്ഷ പദവിയിലേക്ക് ഇന്ത്യ വരികയാണ്. ഇത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യമാണ്. കാരണം പാശ്ചാത്യ രാജ്യങ്ങൾ നേതൃത്വം നൽകുന്ന G7 G20 ഒക്കെ ഉണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ബ്രിക്സ് വളരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു ഒറ്റമൂലി എന്നതിൽ നേരിട്ട് പറയുകയാണ്, ഇന്ത്യക്കെതിരെ ഞങ്ങൾ വീണ്ടും താരിഫ് ഉയർത്തും. ശരിക്കും കള്ളക്കളിയല്ലേ? ഈ അന്താരാഷ്ട്ര ഗുണ്ടായുസത്തെ പിന്തുണച്ചില്ലെങ്കിൽ ഇന്ത്യയെ ഞങ്ങൾ ഇനിയും താരിഫ് യുദ്ധം കൊണ്ട് തോൽപ്പിച്ചു കളയും എന്ന ഭീഷണിക്ക് മുമ്പിൽ ഇന്ത്യ എന്ത് ചെയ്യണം? പക്ഷേ ഇത് ഈ മേധാവിത്വം നിലനിർത്താനുള്ള ഒരു ശ്രമം ഇപ്പോഴും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഈ ഡൊമസ്റ്റിക് ഓഡിയൻസിനുള്ള ഒരു മറുപടി കൂടിയാണ്. ഒരേ സമയം ട്രംപ് കൊടുക്കുന്നത്. ട്രംപ് തൻ്റെ മേധാവിത്വവും അതേസമയം US മേധാവിത്വവും മറ്റു രാജ്യങ്ങൾക്ക് മേൽ
സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ തന്ത്രപരമായ, നമുക്ക് ഒരു പക്ഷേ തോന്നുന്നു ഇയാളൊരു പൊട്ടാനെന്നൊക്കെ തോന്നും. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളൊരു കുതന്ത്രവും കൂടിയാണ് ഇത് വാസ്തവത്തിൽ. അപ്പോൾ 2014 നരേന്ദ്രമോദി അധികാരം ഒരുക്കുന്ന സമയത്ത് അങ്ങനെ പറച്ചിട്ടുണ്ട്, പറക്ക് പ്രധാനമന്ത്രി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് രാജ്യങ്ങളിലേക്ക് പോയി, വല്ലപ്പോഴും ഒക്കെ അദ്ദേഹം വിസിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എങ്കിൽ കൂടി അന്ന് അങ്ങനെ പറന്ന് നേടിയ സൗഹൃദങ്ങൾ പിൽക്കാലത്ത് ഇന്ത്യക്ക് മുതൽക്കൂട്ടായി വരുന്ന കാഴ്ച പലപ്പോഴും കണ്ടിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അമേരിക്ക പിന്തുടരുന്ന ഒരു വിദേശ നയമല്ല ഇന്ത്യ പിന്തുടരുന്നത്, വളരെ സ്വതന്ത്രമായിട്ടുള്ള വിദേശ നയമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളെയും എക്കാലത്തും എപ്പോഴും പിന്തുണയ്ക്കാനും കഴിയില്ല എന്നുള്ളത്. അതാണ് വാസ്തവത്തിൽ ഇണങ്ങിയും പിണങ്ങിയുമുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ട്രംപിൻ്റെ ഇത്തരം പ്രസ്താവനകൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയെ ഒരു പ്രഷർ പോയിന്റിലേക്ക് നിർത്തിക്കൊണ്ട് കാര്യം സാധിക്കുക എന്നൊരു പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഒരു പിടിവാശി പോലെ ഇദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും അത് ഡൊമസ്റ്റിക് ഓഡിയൻസിന് മാത്രമല്ല, റഷ്യയ്ക്കും കൂടി ഒരു മറുപടി ഇന്ത്യയെ പ്രഷർ പോയിന്റ് നിർത്തി കൊടുക്കുന്ന ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ നിന്ന് കണ്ടത്. കൂട്ടത്തിൽ ചൈനയെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്താനുള്ള ബോധപൂർവമായ ശ്രമം, ഒരിക്കലും ഇത് അടുക്കരുത് എന്നുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ അടുത്ത് നിൽക്കരുത് എന്നുള്ളൊരു ചിന്തയിന്മേലുള്ള ചില പ്രസ്താവനകളും ട്രംപിൻ്റെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തന്നെ ഇതിൽ കൂടെ നിന്നില്ല എന്ന് വിചാരിച്ചിട്ടുകൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെ. ഇതും അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്ന ഒരു അടവ് നയമാണ്. ഇപ്പൊ ഈ ചൈനയും അമേരിക്കയും മതി ലോകത്തെ നിയന്ത്രിക്കാൻ, ഞങ്ങൾ G2 എന്ന് പറയുന്ന ശക്തി വരുന്നു എന്നുള്ള ഒരു ചിന്ത ട്രംപിനുണ്ട്. പക്ഷേ ഷീ ജിൻപിങ് ഇതുവരെ അതിനോട് യോജിച്ചിട്ടില്ല. മാത്രമല്ല അമേരിക്കയുടെ തന്ത്രം എന്താണെന്ന് കൃത്യമായിട്ട് ചൈനയ്ക്ക് അറിയുകയും ചെയ്യാം. കാരണം ചൈന വളർന്നു വരുന്ന അമേരിക്കയ്ക്ക് താല്പര്യമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്, ഇന്ത്യക്കും വെനസ്വേലയിൽ ചില താല്പര്യങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. കാരണം അവിടെ ലോകത്തെ ഏറ്റവും അധികം എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ്. നമ്മുടെ അവിടുത്തെ ചില കമ്പനികളോട് എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ പോയി. പക്ഷേ 2020 അമേരിക്ക വെനസ്വേലയ്ക്കെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതോടെ നമ്മുടെ എണ്ണ കമ്പനികൾക്ക് അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഏതാണ്ട് $1 ബില്യൺ നഷ്ടം, അതായത് നമുക്ക് പൈസ മുടക്കിയെങ്കിലും എണ്ണ കിട്ടാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ഇപ്പോൾ അമേരിക്ക അവിടെ ഇടപെടുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആ എണ്ണ കമ്പനിയുടെ പ്രവർത്തനങ്ങൾക്ക് ഈ സ്റ്റക്കായി നിൽക്കുന്ന പൈസ തിരിച്ചു കിട്ടുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കരുതെന്ന് ഇവർ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ എണ്ണ വിറ്റുള്ള ലാഭം ഞങ്ങൾക്ക് മാത്രം മതി എന്നുള്ളതുകൊണ്ടാണ്. നമ്മൾ റഷ്യയുടെ എണ്ണ മേടിക്കുന്നത് നമുക്ക് സാമ്പത്തിക ലാഭം ഉള്ളതുകൊണ്ടാണ്, അല്ലാതെ റഷ്യയോട് അമിതമായ താല്പര്യം നമുക്ക് പറയാൻ. നാളെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ നമുക്ക് കുറച്ചെണ്ണ തരുമെങ്കിൽ നമ്മൾ റഷ്യയെ പതുക്കെ കൈമാറും. അപ്പോൾ കുറച്ചെണ്ണ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നു, നമ്മൾ അമേരിക്കയുടെ കയ്യിൽ നിന്ന് എണ്ണ മേടിക്കുന്നു. ഇപ്പോൾ ഇവരുടെ ആവശ്യം, ഞങ്ങൾ വെനസ്വേലയെ പിടിച്ചു, ഇനി എണ്ണയുടെ മൊത്ത വ്യാപാരികൾ ഞങ്ങളാണ്, നിങ്ങൾ റഷ്യയെ കൈവിടുക, ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാത്രം എണ്ണ മേടിക്കുക. അതിലൂടെ രണ്ട് ഗുണമുണ്ട്. റഷ്യക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം അവിടെ നിലച്ചു പോകും. മാത്രവുമല്ല ഇന്ത്യയിൽ നിന്ന് കൂടുതൽ പണം അമേരിക്കയ്ക്ക് ലഭിക്കുകയും ചെയ്യും. കാരണം ഇന്ത്യ ഈ പറയുന്ന ബ്രിക്സിന്റെ തലപ്പത്തേക്ക് വരുന്നാൽ ഡോളറൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു നീക്കം നടത്തുമെന്ന് അമേരിക്കയ്ക്ക് പേടിയുണ്ട്. കാരണം ചൈനയും റഷ്യ ഇന്ത്യയും ഒക്കെ തന്നെ ഇനി ബ്രിക്സിന് വേണ്ടി ഒരു കറൻസി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയാൽ ഈ ഡോളറിന്റെ വില പൂർണ്ണമായിട്ടും കൂപ്പുകുത്തും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ഒരു പ്രഷർ ചെലുത്തുക ഇന്ത്യയുടെ മേൽ എന്നുള്ളതാണ്. പക്ഷേ ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ അമേരിക്കയുടെ കണ്ണുരുട്ടലിന് മുമ്പിൽ പേടിച്ചിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യയെങ്കിൽ കാലം മാറി. ഒരു പതിറ്റാണ്ട് കൊണ്ട് നമ്മുടെ ഭരണാധികാരികളുടെ കാഴ്ചപ്പാട്, നേരത്തെ പറഞ്ഞ പോലെ എന്തിനാണ് ഇത്രയധികം വിദേശ രാജ്യങ്ങൾ സഞ്ചരിച്ചതെന്ന് ചോദിച്ചാൽ അത്രയും രാജ്യങ്ങളുമായിട്ട് നമ്മൾ നയതന്ത്ര ബന്ധം കൃത്യമായിട്ട് പാലിച്ചു. ഇവിടെ ഒറ്റയടിക്ക് നമ്മൾ ബ്രസീലും അർജന്റീനയും ഉൾപ്പെടെയുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സന്ദർശിക്കുകയും മോദി അവരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു. ഏതെങ്കിലും തരത്തിൽ റെയർ എർത്ത് കിട്ടിയില്ലെങ്കിൽ ആ രാജ്യങ്ങൾ നമുക്ക് ആ റെയർ എർത്ത് ഇറക്കുമതി ചെയ്യാനാണ്. ഇവിടെയും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളായ വെനസ്വേലയെ ഇവർ ആക്രമിച്ചതിന്റെ പിന്നിലും ഈ എണ്ണ താല്പര്യം തന്നെയല്ലേ. അപ്പൊ ഈ അമേരിക്കയുടെ എല്ലാ കൊള്ളരുതായ്മകളെയും ഇന്ത്യ പിന്തുണയ്ക്കണമെന്നൊരു ആവശ്യം ട്രംപിനുണ്ട്. ഇത് ശരിക്കും പറയാൻ നമ്മൾ അംഗീകരിക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അതാണ്, ഇതിലൊരു കള്ളക്കളി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. കാരണം ഈ വെനിസുലയെ നേരിട്ട് ചെന്ന് ആക്രമിച്ച് വിഴുങ്ങാൻ കണ്ടെത്തിയ ഒരു സമയമുണ്ടല്ലോ. എന്തിനാണ് അമേരിക്ക, ഇത് കുറെ കാലമല്ലേ ഈ ഏർപ്പാട് തുടങ്ങിയിട്ട്, വെനിസുലയെ വളയാൻ തുടങ്ങിയിട്ട്, ഉപരോധം നടത്താൻ തുടങ്ങിയിട്ട്, ഈ ഡ്രഗ് കാർട്ടൽ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങി വർഷങ്ങളായി. എന്തിനാണ് ഇത്രയും കാലം വൈകിച്ചത് എന്ന് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചോദിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഇന്നത്തെ സാഹചര്യത്തിൽ വെനിസുലയെ തൊട്ടാൽ അല്ലെങ്കിൽ ക്യൂബയെ തൊട്ടാൽ ഇടപെടാൻ ഇടയുള്ള ഒരു ശക്തിയായിരുന്നു സമീപകാലം വരെ റഷ്യ. റഷ്യയെ ഒതുക്കുന്നത് വരെയുള്ള സമയമെടുത്തു. റഷ്യയെ ഒതുക്കാൻ ഉപയോഗിച്ചത് ഉക്രൈൻ വാറാണ്. ഉക്രൈൻ വാറിൽ വളരെ കൃത്യമായ നാടകീയമായൊരു ടേണാണ് അമേരിക്ക എടുത്തത്. സെലൻസ്കിക്ക് എതിരായ നിലപാടെടുത്തിട്ട് സെലൻസ്കിയെ ഈ 5 കൊല്ലം യുദ്ധം ചെയ്ത് മുഴുവൻ വെള്ളത്തിലാക്കിയിട്ട് ആ രാജ്യം മുഴുവൻ തകർത്ത് നശിപ്പിച്ച് കളഞ്ഞിട്ട് റഷ്യ എന്താണോ യുദ്ധത്തിന്റെ തുടക്കത്തിൽ 5 കൊല്ലം മുമ്പ് എന്താണോ ആവശ്യപ്പെട്ടത് ആ കരാർ പ്രകാരമുള്ള ആ വ്യവസ്ഥ പ്രകാരമുള്ള ഒത്തുതീർപ്പിന് ഇപ്പൊ അമേരിക്ക സെലൻസ്കിയെ നിർബന്ധിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ റഷ്യയെ ഏതാണ്ട് മയക്കി കിടത്തുന്നത് വരെ ഉള്ള സമയമെടുത്തു. ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഈ നീക്കം ഇനി ഈ ഏരിയയിൽ ചൈനക്ക് പ്രത്യേക താല്പര്യങ്ങളില്ല. ചൈന ഇടപെടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് എല്ലാ കളവും ഒരുക്കി വെച്ചിട്ട് നമ്മൾ എല്ലാം കൊണ്ടും പാകപ്പെട്ട ഒരു സമയത്താണ് ചെന്നിട്ട്
ഇപ്പോൾ വെനിസുലയെ ആക്രമിക്കുമ്പോൾ അവിടെ താല്പര്യങ്ങളുള്ള സുനിജി പറഞ്ഞ വളരെ കറക്റ്റാണ്. അവിടെ വ്യാപാര താല്പര്യങ്ങളുള്ളത് ഇന്ത്യക്കാണ്. അതുകൊണ്ട് ഇന്ത്യയെ കൂടി ഇന്ത്യയെ പ്രതീക്ഷിച്ച പിന്തുണ ഇന്ത്യയിൽ നിന്ന് കിട്ടിയില്ല. ഇന്ത്യ അല്ലെങ്കിൽ ഒരു യുദ്ധത്തിനും ഒരു അധിനിവേശത്തിനും വഴിവിട്ട് അധാർമികമായി പിന്തുണ കൊടുക്കുന്ന കൂട്ടത്തിലല്ല. നമ്മുടെ സംസ്കാരവും അതല്ല. അതുകൊണ്ട് ഈ സമയത്ത് ഇന്ത്യയുടെ ഒരു പിന്തുണ കൂടി ആവശ്യമുണ്ട് എന്ന പരസ്യമായ പ്രഖ്യാപനമാണ്. തന്നില്ലെങ്കിൽ കണ്ടോ എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ വരുമ്പോൾ നമ്മൾ അത് എങ്ങനെ നേരിടും എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇപ്പം രാഷ്ട്രീയമായി നമുക്ക് നേരിടാനുള്ള കരുത്തുണ്ട് എന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇനി ഒരു പക്ഷേ അത്തരത്തിലുള്ള നയത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇപ്പോൾ നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതി വളരെ പ്രബലമായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപക്ഷെ അമേരിക്കയിലും നേഷൻ ഫസ്റ്റ് എന്നൊരു ചിന്താഗതി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിട്ടുവീഴ്ച ഒരിക്കൽ ചെയ്തു പോയാൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ മറ്റുള്ള രാഷ്ട്ര നേതാക്കന്മാരുടെ മുഖം കൂടുന്നതനുസരിച്ച് നമ്മുടെ വിദേശ നയം രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആ കാലം കഴിഞ്ഞുപോയി എന്നുള്ളതാണ്. ആ കാലം കഴിഞ്ഞുപോയി. അത് ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ പലപ്പോഴും പറയുന്നു അദ്ദേഹം വിളിച്ചിട്ട് മോദി ഫോൺ എടുക്കുന്നില്ല, ചില വിഷയങ്ങളെക്കുറിച്ച്, അന്താരാഷ്ട്ര വിഷയങ്ങളെക്കുറിച്ച് മോദി തുറക്കുന്നില്ല എന്നൊക്കെ ചില ആരോപണങ്ങൾ നാട്ടിനുള്ളിൽ നിന്ന് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഓരോ ദിവസവും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് പ്രതികരിക്കുക നിർവാഹമില്ല. അതിനൊരു കാരണം കൂടി ഉണ്ടാവും സാർ. ഇദ്ദേഹത്തിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ സ്റ്റേറ്റ്മെന്റിന്റെ ആയുസ് പലപ്പോഴും മണിക്കൂറുകളാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് യൂട്ടേൺ എടുക്കും. അതുകൊണ്ട് ഇത് മോദിക്കും കേന്ദ്ര ഗവൺമെന്റ് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ചേട്ടൻ അങ്ങനെ പറഞ്ഞോട്ടെ, നാളെ രാവിലെ ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇവനെ കൊണ്ട് യൂട്ടേൺ എടുപ്പിക്കാൻ എളുപ്പമാണെന്ന് അറിഞ്ഞിട്ടായിരിക്കും. ഇപ്പോൾ ഗവൺമെന്റ് അക്ഷരം വേണ്ടിയിട്ടില്ല. സാധാരണഗതിയിൽ ഈ നമ്മുടെ വിദേശകാര്യമന്ത്രിയൊക്കെ ഓൺ ദി സ്പോട്ട് മറുപടി പറയുന്ന കൂട്ടത്തിലാണ്. ഇതിൽ മറുപടി അർഹിക്കുന്നില്ല എന്നൊരു നിലപാടായിരിക്കണം. കാരണം നേരം ഇരട്ടി വെളുക്കുമ്പോഴത്തേക്കും ഒരു നമ്മൾ പറയില്ലേ, സ്ഥിരതയില്ലാത്തവനെ നമ്മുടെ നാട്ടിൽ വേറൊരു പേര് വിളിക്കും. അന്താരാഷ്ട്ര തലത്തിൽ വിളിക്കേണ്ട പേരാണ്. അപ്പോൾ അത് തികച്ചും ബാലിശമായ അപക്വമായ ചില പ്രസ്താവനകൾ ഇദ്ദേഹത്തിന് വരുന്നത്. അത്തരത്തിലൊരു പ്രസ്താവനയായി മാത്രം അങ്ങനെ ഞാൻ പൂർണ്ണമായി അതിനോട് യോജിക്കാൻ കഴിയില്ല. ഇദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടായിരിക്കും ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹം പൂർണ്ണമായി ഒരു പൊട്ടനാണോ എന്ന് നമുക്ക് കരുതുക വയ്യ. പക്ഷേ എങ്കിൽ കൂടിയും പെട്ടെന്ന് മറുപടി പറയേണ്ടുന്ന ഒരു വിഷയമല്ലത്. ആലോചിച്ച് കണ്ട് കേട്ട് ഇദ്ദേഹം സാർ പറഞ്ഞതുപോലെ അതിന് സമയം വരും. ആ സമയത്ത് പ്രതികരിക്കുക എന്നതായിരിക്കും. അപ്പൊ മോദി പറഞ്ഞ ഇത്രേ ഉള്ളൂ, ട്രംപ് കൂടുതൽ വലിയ വിരട്ടിലൊന്നും ഇങ്ങോട്ട് വേണ്ട അല്ലേ? ആ കാലം പോയി. ആ പഴയ ഇന്ത്യ അല്ല. ഇനി തിരിച്ചു അതിന്റെ അർത്ഥമുണ്ട്. അമേരിക്ക കണ്ണുരുട്ടുമ്പോഴേക്ക് വരണ്ടു പോകുന്ന കാലം അതിന് മാത്രം അമേരിക്ക ഇല്ല. അങ്ങനെ അർത്ഥമുണ്ടല്ലോ. താൻ എത്രയുണ്ടെന്ന് എനിക്കറിയാം, ഞങ്ങൾ എത്രയുണ്ട് താനും മനസ്സിലാക്കിയാൽ നല്ലതാണ് എന്നേ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.